ഒക്ടോബർ 14, 28-ാം ആഴ്ചയിലെ ചൊവ്വാഴ്ച. ലൂക്ക 11, 37 മുതൽ 41 വരെ വാക്യങ്ങൾ. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുന്നത് വെറും ശുചിത്വത്തിൻ്റെ കാര്യമല്ലായിരുന്നു. അത് മതപരമായ ഒരു ആചാരം കൂടിയായിരുന്നു. ആദ്യം വിരൽ തുമ്പിലും പിന്നീട് വിരലുകളിലും കൈകളിലും കൈത്തണ്ടയിലും വെള്ളമൊഴിക്കും. ഈ ആചാരം അവസാനിക്കുന്നത് നേരെ വിപരീത രീതിയിലാണ്. ആദ്യം കൈത്തണ്ടയിലും പിന്നെ കൈകളിലും പിന്നെ വിരലുകളിലും വെള്ളമൊഴിക്കും. ഇന്ന് യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച ഫരിസേയൻ അവനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. യേശു ഭക്ഷണത്തിന് മുമ്പ് പതിവ് ആചാരം ആചരിക്കാത്തതിനാൽ അവൻ അത്ഭുതപ്പെട്ടു. ഫരിസേയൻ്റെ ചിന്തകളെക്കുറിച്ച് യേശുവിന് നന്നായി അറിയാമായിരുന്നു. പിന്നെ യേശു ആ മനുഷ്യനോട് പറഞ്ഞു, ഹേ ഫരിസേയരെ, നിങ്ങൾ പാനപാത്രങ്ങളുടെയും കപ്പുകളുടെയും പുറം വൃത്തിയാക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ തിന്മയും അത്യാഗ്രഹവും നിറഞ്ഞിരിക്കുന്നു. യേശുവിൻ്റെ ഈ വിമർശനത്തോടുള്ള ഫരിസേയൻ്റെ പ്രതികരണം ഒന്ന് സങ്കല്പിച്ച് നോക്കാം. യേശു ഫരിസേയരുടെ ബാഹ്യ മതപരമായ ആചാരങ്ങളോടുള്ള ആസക്തിയെ വെല്ലുവിളിക്കുകയും അതേസമയം അവരുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ അവഗണിക്കുകയും ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുന്നു. അവർ നിയമങ്ങൾ സൂക്ഷ്മമായി പാലിച്ചു, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ദൈവത്തിൽ നിന്ന് വളരെ അകലെയായിരുന്നു. തങ്ങളുടെ ഭക്തിയുടെ പരിശുദ്ധിയെയും ആത്മാർത്ഥതയും കുറിച്ചല്ല, മറിച്ച് മറ്റുള്ളവർക്ക് അവർ എങ്ങനെ കാണപ്പെടുന്നു എന്നതിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. നിയമം കർശനമായി പാലിക്കുന്നതിൽ ഫരിസേയർ പ്രശസ്തരായിരുന്നു. എന്നാൽ അവരുടെ ഭക്തി ഉപരിപ്ലവമായിരുന്നുവെന്ന് യേശു ചൂണ്ടിക്കാട്ടി. പുറമെ കളങ്കമില്ലാത്തതും എന്നാൽ ഉള്ളിൽ വൃത്തികെട്ടതുമായൊരു പാനപാത്രം പോലെയായിരുന്നു അവർ. മതത്തിലായാലും ജീവിതത്തിലായാലും ബാഹ്യമായ കാര്യങ്ങൾ എങ്ങനെ കാണപ്പെടുന്നു എന്നതിൽ, അതായത് നമ്മുടെ പെരുമാറ്റത്തിലോ വാക്കുകളിലോ പ്രശസ്തിയിലോ നാം വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആന്തരിക അവസ്ഥ നാം കാണാതെ പോകുന്നു. ദൈവം നമ്മുടെ ബാഹ്യ ജീവിതത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ ആന്തരിക അസ്തിത്വത്തിൻ്റെയും സൃഷ്ടാവാണെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ചിന്തകളുടെയും മനോഭാവങ്ങളുടെയും പ്രചോദനങ്ങളുടെ ഉറവിടമായ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവത്തിന് യഥാർത്ഥത്തിൽ പ്രധാനം. സ്നേഹം, വിനയം, ഉദാരത എന്നിവയാൽ നിറഞ്ഞൊരു ഹൃദയത്തിന് പകരമാകാൻ ബാഹ്യമായ ഒരു ഭക്തിക്കോ ആചാരത്തിനോ കഴിവില്ല. ദരിദ്രരോട് ഉദാരത കാണിക്കൂ എന്ന് യേശു ഫരിസേയന്മാരോട് പറയുമ്പോൾ അവൻ അവരെ കരുണയുടെയും മറ്റുള്ളവരുടെ സ്നേഹത്തിൻ്റെയും ഹൃദയത്തിലേക്ക് നയിക്കുന്നു. യഥാർത്ഥ വിശുദ്ധി സ്നേഹം, അനുകമ്പ, നീതി എന്നിവയുടെ പ്രവൃത്തികളിലാണ് കാണപ്പെടുന്നതെന്ന് യേശു പറയുന്നു. ദൈവം രൂപാന്തരപ്പെടുത്തിയ ഒരു ഹൃദയത്തിൻ്റെ പ്രവാഹമാണിത്. പുറമേയുള്ള ആകൃതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം നമുക്ക് പരിശുദ്ധി, വിനയം, ഉദാരത എന്നിവയുടെ ഹൃദയങ്ങൾ വളർത്തിയെടുക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി മതപരമായ ആചാരങ്ങളിൽ മാത്രമല്ല, മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് ദുർബലരോടും ദരിദ്രരോടും നാം എങ്ങനെ പെരുമാറുന്നു എന്നതിൽ
പ്രകടിപ്പിക്കപ്പെടട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.